പൈസയൊക്കെ ചെലവാക്കുന്നതിന് കുറച്ച് കൺട്രോളൊക്കെ ആവാൻ കേട്ടോ. ഒന്നും നോക്കണ്ട, എടുത്തോ. ഞാൻ ഇപ്പൊ തന്നെ 2000 രൂപ അയച്ചു തന്നേക്കാം. നീ എനിക്ക് എങ്ങനെയാണ് 5000 രൂപ അയച്ചു തന്നിട്ട്? നേരത്തെ സിദ്ധുവിന്റെ പെങ്ങള് വിളിച്ചില്ലേ, 1 ലക്ഷം രൂപ കടം ചോദിച്ചുള്ള വിളിയായിരുന്നു. കൊടുക്ക്, അവർക്ക് ഉപകാരമാവുമല്ലോ. നമുക്കെന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കേണ്ട വരും. ഇനി പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ ഞാൻ കൺട്രോൾ ചെയ്തോളാം. ഉറപ്പ്. ഞാൻ എന്റെ ഷെയർ 5000 രൂപ ഞാൻ അയച്ചു തന്നേക്കാം. നിങ്ങൾ പോയി അടിച്ചു വിളിക്ക്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് ഉപ്പുമുളകിന്റെ പുതിയ എപ്പിസോഡ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് പൈസ അധികമായിട്ട് ചെലവാക്കുന്ന നമ്മുടെ അച്ഛനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ പെരുമാറുന്ന ഒരാളായിട്ടാണ് സിദ്ധുവിനെ കാണിക്കുന്നത്. അപ്പോൾ സിദ്ധു തൻ്റെ സിബ്ലിങ്സിനൊക്കെ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പൈസ ഇറക്കുന്ന രീതിയിലുള്ള പരിപാടി എന്തായാലും നല്ല രസമുണ്ട്. ഇന്ന് കുഴിപ്പുളത്തെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഒരു എപ്പിസോഡിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊന്ന് ഈ അടുത്ത് വന്നിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കുഴിപ്പുളത്ത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് കഴിയുന്നത്, അല്ലെങ്കിൽ അവരൊരു എപ്പിസോഡിലേക്ക് അവർ പാർമട വീട്ടിലേക്ക് വരുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു എപ്പിസോഡ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉപ്പുമുളകിൻ്റെ എപ്പിസോഡിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എപ്പിസോഡ് വന്നിരുന്നത് കുറച്ചുകൂടെ കളറായതിനെ, കുറച്ചുകൂടി കാര്യങ്ങളും പരിപാടികളൊക്കെ വന്നത് കുറച്ചുകൂടി രസമായെന്ന് തോന്നി. എന്തായാലും ശിവാനിയെ മിസ് ചെയ്യുന്നുണ്ട് പുതിയ എപ്പിസോഡിൽ. എന്നാലും കുഴപ്പം